കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന ചിന്ത എപ്പോഴും മനസ്സിൽ കിടക്കുന്ന വൈജയന്തിക്ക് വീണ്ടും തോന്നുന്നുണ്ട്. രോഹിത്തിൻ്റെ കാര്യത്തിൽ അവൾ കൂടെ പോയതിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട്. ശിവൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് വൈജയന്തി, എന്തായാലും അവൻ്റെ കാര്യം ഒരു തീരുമാനമായില്ലേ? എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് നോക്കിയേ. ഇതുവരെയായിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഇതെല്ലാം ചെയ്ത് ആ അലീന കൂടെ പോയി അവരുടെ സംസാരിച്ച് ഇതൊക്കെ ചെയ്തതല്ലേ? എന്നിട്ട് എന്തിനാണ് നീ വീണ്ടും അവനെ തെറ്റിദ്ധരിക്കുന്നത്? ഇനിയെങ്കിലും നീ നിർത്തണം, ഇനി അവളുമായിട്ടുള്ള ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തി പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാ ഇത്ര സിമ്പതി തോന്നുന്ന അവളെടുത്ത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ നിങ്ങളെയൊന്നും ആരും അല്ലല്ലോ, എൻ്റെ ആരെങ്കിലുമാണോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ആവശ്യം ഇനി തോന്നില്ല എന്ന് പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ടത് ശിവൻ പറയുക, ഞാനതൊന്നും പറയുന്നില്ല ഇപ്പം, എനിക്കിപ്പോൾ അത് പറയേണ്ട സമയമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ഇറക്കണമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇരിക്കുക. കേസാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കാനും പറ്റാത്തൊരവസ്ഥയിലായി കഴിഞ്ഞിരിക്കുക. അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഹരിയാണെങ്കിൽ ഭയങ്കരപ്പെട്ട മാനസികാവസ്ഥയിലുമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുക, എൻ്റെ ഇത് ചെറിയ കാര്യമാണോ? എനിക്ക് വേറെ ആരാ ഇതൊക്കെ പറയാനുള്ളത്? ഈ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു കാര്യവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ശിവൻ പറയൂ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ അവസ്ഥ, പക്ഷേ എനിക്കിപ്പോൾ ഇതിലാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവൻ്റെ അടുത്ത് മനു നിൽപ്പുണ്ടായിരുന്നു. എന്താ അച്ഛാ, ആരാ വിളിച്ചതെന്നൊക്കെ അന്വേഷിക്കുന്നത്? അത് വൈജയന്തിയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ അലീനെ പുറത്താക്കണമെന്ന് എന്തൊക്കെയോ പറയുക. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴത്തേക്കും മനു പറയുക, പണ്ടാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ ദ്രോഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴല്ലേ ഒരു മാറ്റം വന്നേ, ആൻറ്റി ഹോസ്പിറ്റലിൽ ആയി പിന്നെ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമം ഇപ്പോൾ ഉണ്ടല്ലേ? എന്തായാലും മനസ്സിലായി എനിക്ക് എല്ലാവർക്കും ഉള്ള ഒരിത്. അത് ഞാനായിട്ട് ഇനി മാറ്റിയെടുക്കാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയല്ല, വൈജയന്തി ആൻറ്റിയുടെ മോളല്ലേ, അപ്പോഴത്തേക്ക് എനിക്കാരായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശിവൻ്റെ അടുത്ത്. അത് നിൻ്റെ മുറപ്പെണ്ണായിരിക്കും, അതെന്താ ഇപ്പം ചോദിക്കാൻ? അതൊന്നുമില്ല, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ശിവൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് കൂടുതലാണ് നീ ഇപ്പം പറയണ്ട, നിൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ശിവൻ പോവുക. അങ്ങനെയാണെങ്കിൽ വൈജയന്തി അവിടെ ഇരുന്ന് പറയുക, എൻ്റെ കാര്യം അന്വേഷിക്കുവാനും പറയാനും ആരുമില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തുമായിട്ട് പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം അലീനയാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ വയ്യാതാവുക. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, എന്താ പറ്റി? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് ചറയ്ക്കൊന്ന് വീണു, അത് കുഴപ്പമാണോ? എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് വൈജയന്തി അടുത്ത് പറയുക, ഞങ്ങളിപ്പം വരാം, അലീനൊന്ന് വീണായിരുന്നു, ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പോഴത്തേക്കും വൈജയന്തി പറയുക, എന്താ അതിനിപ്പം പോവേണ്ട കാര്യം എന്താ? അവൾക്കതിനൊന്നും സംഭവിച്ചില്ല, നീ തീരുമാനിക്കുന്നത്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. കൂടെയാണെങ്കിൽ രോഹിത്തും പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് വൈജയന്തി പറയുക, എല്ലാവരും കൂടെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല അമ്മേ, ഞാൻ പോകുന്നില്ല എന്ന് കൃഷ്ണ പറയുക. ഇല്ല, നീ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണ പറയുമെങ്കിൽ ഞാൻ കൂടെ പോട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ പോവുക. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൃഷ്ണ പറയുക, അവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചേച്ചി ഒരു ദിവസത്തേക്ക് അഡ്മിറ്റാക്കിയിരിക്കുക. എന്തായാലും ഡ്രസ്സിങ് ഒക്കെ ചെയ്യണം, അതുകൊണ്ട് ചേച്ചിയാണെങ്കിൽ അവിടെ നിന്ന് വിശ്രമിക്കട്ടെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും അലീന പറയുക, എന്തായാലും അമ്മ കൂടെ വരട്ടെ അല്ലേ എന്നൊക്കെ ചോദിക്കുക. അതിന് അവൾ കൂടെ വരുമോ? നമ്മൾ മാത്രം മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും അച്ഛനും മാത്രം പോവാം, നിങ്ങളിവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, നമ്മളൂടെ വരാമെന്ന് പറഞ്ഞ് പോവുക. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുക. ഇത് കേട്ടിട്ട് വൈജയന്തി പറയുക, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത്? എന്തായാലും കൊള്ളാം, അവളോടൊരു ഭാഗ്യമേ. എന്തായാലും വീട്ടിലെ വേലക്കാരിക്ക് ഇത്രയും പിന്തുണയോ ഈ വീട്ടിൽ? എന്തായാലും നിൻ്റെ ഒരു രാജയോഗം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, ശരിയാ, അവളെ രാജയോഗം തന്നെയാണ്, പക്ഷെ അത് ആരും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വൈജയന്തി പറയുക, ഇവക്കൊക്കെ രാജയോഗം കൊടുത്ത് ഇവരൊക്കെ തറയിൽ കിടക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തറയിലല്ലേ എല്ലാവരും നിൽക്കുന്നത്, പിന്നെ ഇനി
എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നീ ഈ ഒരു അവസ്ഥയിലെങ്കിലും അവളുടെ അടുത്ത് നിന്ന് വഴക്കൊന്നും കൂടാതെ ഒന്ന് പോകണമെന്ന് പറയുക. എന്നാലും ഇത്രയും പറഞ്ഞതിന് ശേഷം വൈജയന്തിക്ക് ഒരു ചെറിയൊരു സങ്കടം തോന്നുക. എന്നാലും എപ്പോഴും ഞാൻ വഴക്ക് പറയുന്ന കുട്ടിയല്ലേ, തിരിച്ചൊന്നും പറയാറില്ല എന്നൊക്കെ മനസ്സിലെന്ന് തോന്നുക. എന്നാലും ഇടയ്ക്ക് വന്ന് ആ റൂമിലോട്ട് വന്ന് ഇരിക്കുക വൈജയന്തി. പക്ഷേ അലീനയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുക. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് മനസ്സിലായി തന്നെ അടുത്ത് ഇത് ചെറിയ ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ അത് പുറത്ത് കാണിക്കാത്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വീണ്ടും ഭയങ്കര ശ്രദ്ധയാണ് അലീനയുടെ കാര്യത്തിൽ. ഇന്ന് റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസത്തേക്ക് നടക്കുകയും ചെയ്യേണ്ടെന്നൊക്കെ പറയും, ജോലിയൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ രോഗിയാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനു വരുന്നുണ്ട്. മനുവിന് എന്താ പറ്റി, എന്താ കാര്യം, എന്നെ അങ്കിൾ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതൊരു ചെറിയൊരു അതിനെല്ലാവരും കൂടെ എന്നെ ഒരു രോഗിയാക്കിയതാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുക. രോഹിത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമാണ്. നീ കൂടെ പോവാനും അതുപോലെ തന്നെ അവരുമായിട്ട് സംസാരിച്ച് അവൻ്റെ ഭാവി ഒന്ന് സുരക്ഷിതമാക്കാൻ രീതിയിലുള്ള എല്ലാം നീ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഹരിയുടെ ജീവിതമാണെങ്കിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലുമാണ്. എന്തായാലും അവൻ തെറ്റ് ചെയ്തതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അമ്മയാണെങ്കിൽ ഇപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല. അവനെയാണെങ്കിൽ ഇപ്പോഴും അവനെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തെറ്റ് തിരുത്താൻ വേണ്ടി ഇതുവരെയായിട്ട് ശ്രമിച്ചിട്ടില്ല. അവർ കാരണം തന്നെയാണ് ഒന്നാമത് അവൻ വഴിതെറ്റി പോകാൻ്റെ ഒന്നാമത്തെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് അലീന പറയുക, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല, എല്ലാം വന്നിടത്ത് വെച്ച് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് കൃഷ്ണ വരുന്നത്. ഞാൻ വന്നത് ശല്യമായോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നീ വന്നതിന് ഞങ്ങൾക്ക് എന്ത് ശല്യമാണ്, ഞങ്ങൾ അനിയത്തിക്കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെ അവർ ഇരുന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, എന്തായാലും ഇന്നാ പറഞ്ഞിരിക്കുന്നത്, അലീനയുടെ അടുത്ത് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എവിടെ നിന്ന് ആരാ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാലും അലീൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു അമ്മയുടെ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾക്ക് ആരെയും വെറുക്കാനോ ഒന്നും പറ്റില്ല. എപ്പോഴും സ്നേഹം മാത്രമേ അവൾക്കുള്ളൂ, അതെനിക്ക് മനസ്സിലായതാ. പക്ഷേ ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് അലീന പോകുന്ന നിമിഷം ഞാനും കാണില്ല, അതാ ഞാൻ തീരുമാനിച്ചത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് മലീൻ്റെ അടുത്ത്. അതിന് ആരും ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുക, ഞാനാണെങ്കിൽ അപ്പോൾ ആരുടെ പോവും, അച്ഛൻ്റെ കൂടെ പോവോ ചേച്ചിയുടെ പോവോ, പക്ഷേ പോണവർക്ക് രണ്ടുപേരും ഒരിടത്തായിരിക്കും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. പണ്ട് ഇതുപോലെ തന്നെ അലീന ചേച്ചി പോയപ്പോഴത്തേക്കും ഞാൻ ബേക്കിൽ നിന്ന് അന്വേഷിച്ച് പോയായിരുന്നു. പക്ഷേ അച്ഛനാണെങ്കിൽ അലീന ചേച്ചിയും കണ്ടുപിടിച്ചിട്ടാണ് വന്നത്. പക്ഷേ അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല, ആ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞു പോയെങ്കിലും ഇന്ന് എനിക്കത് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു വലിയ നഷ്ടമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അന്ന് കാണാതിരുന്നെങ്കിൽ ഇന്ന് ചേച്ചി ഇവിടെ കാണില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? എന്തായാലും ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നതാണ്, ഇനി വരാനിരിക്കുന്നത് ചിന്തിക്കുന്നതാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ എന്നെക്കുറിച്ച് ഇപ്പം ഒരു അലട്ടുന്ന ഒരു കാര്യം, എന്നെ ഇത്രത്തോളം വെറുപ്പ് കാണിക്കുന്ന വൈജയന്തി ആൻറ്റി എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ ഇനി എപ്പം തുടങ്ങും, ആ സമയത്ത് ഞാനിവിടെ കാണില്ലല്ലോ എന്നൊരവസ്ഥ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ബാലചന്ദ്രൻ പറയുക, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയൊരു അബദ്ധം തന്നെയാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും തീരുന്നില്ല. എപ്പോഴും വഴക്കും എല്ലാം ആയിരുന്നത്, ഇപ്പോഴും വഴക്കായിരുന്നല്ലോ. എന്നാൽ അതൊക്കെ മാറിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്കിത് ഈ ഒരു കാര്യം സോൾവ് ആക്കിയേ പറ്റുള്ളൂ എന്ന് വൈജയന്തിയുടെ അടുത്ത് എങ്ങനെ പറയും എന്ന് എനിക്കറിയില്ല എന്ന് ബാലചന്ദ്രൻ അലീനടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പറയേണ്ട ആൾക്കാരെ തന്നെ നമുക്ക് വിളിക്കാം, അവളെ ആങ്ങളമാരുണ്ടല്ലോ, ആങ്ങളമാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക, ഞാൻ പറയുമ്പം ഞാൻ ഇവിടെ കാണില്ല, എന്തായാലും എനിക്കത് കേൾക്കാൻ ഒരു രീതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്.